ഇന്നത്തെ പ്രധാന 5 വാർത്തകളിലേക്ക് സ്വാഗതം. കരൂരിൽ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ചികിത്സയിലിരിക്കുന്നവരെയും സന്ദർശിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ദുരന്തത്തിൽ 41 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രിമാരായ എൽ മുരുകൻ, നയനാൻ, നാഗേന്ദ്രൻ എന്നിവരും നിർമ്മല സീതാരാമനോടൊപ്പം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുക്കാൻ തടിച്ചുകൂടിയ വേലായുധംപുരം പാളയത്തെ ദുരന്ത സ്ഥലം അവർ സന്ദർശിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ ആശ്വസിപ്പിക്കാൻ അവർ ആശുപത്രി സന്ദർശനവും നടത്തി. പാക് മന്ത്രിയെ അധിക്ഷേപിച്ച പാകിസ്ഥാൻ ക്യാപ്റ്റനും പാകിസ്ഥാൻ മന്ത്രിയും ഏഷ്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ചെയർമാനുമായ മുഹ്സിൻ നഖ്വിയിൽ നിന്ന് റണ്ണേഴ്സപ്പിനുള്ള ചെക്ക് ഏറ്റുവാങ്ങിയ ശേഷം ആഗാ ഖാൻ അത് നിലത്തുപേക്ഷിക്കുകയായിരുന്നു. ചുറ്റും കൂടി നിന്നവർ അമ്പരപ്പോടെയാണ് ഇത് കണ്ടുനിന്നത്. അതേസമയം ഗാലറിയിൽ നിന്ന് നിർത്താത്ത കൂക്കുവിളികളായിരുന്നു ഉയർന്നത്. റണ്ണേഴ്സപ്പിനുള്ള മെഡലുകൾ നഖ്വി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇതാണ് പ്രകോപനത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. ബംഗ്ലാദേശ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡന്റ് ആമിനൽ ഇസ്ലാമാണ് മെഡലുകൾ നൽകിയത്. അതേസമയം ഇന്ത്യ മുഹ്സിനുൽ നഖ്വിയിൽ നിന്ന് കപ്പ് ഏറ്റുവാങ്ങില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഏറെ പ്രകോപിപ്പിക്കുകയും കയ്യിൽ കിട്ടിയ കപ്പുമായി അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് പോവുകയും ചെയ്തു. ഇതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് BCCI. സൈന്യവുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി ഹരിയാന സ്വദേശി മേവത്താണ് പിടിയിലായത്. വിസ സേവനം നടത്തുന്നതിന്റെ മറവിലാണ് ഇയാൾ പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറി എന്നാണ് വിവരം. പോലീസിൽ നിന്നുള്ള വിവരമനുസരിച്ച് പ്രതിയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പ്രതി കൈമാറിയിരിക്കുന്നത്. 2022 ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. നിലവിൽ കേന്ദ്ര ഏജൻസികളും ഹരിയാന പോലീസുമാണ് കേസ് അന്വേഷിക്കുന്നത്. കർണാടകയിൽ 6ാം ക്ലാസ്സുകാരെ വിൽപ്പനയ്ക്ക് വെച്ച സംഘം പിടിയിൽ. വിജയനഗരയിലാണ് കൊടും ക്രൂരമായ സംഭവം നടന്നത്. സംഭവത്തിൽ ശോഭ, ആൺ സുഹൃത്ത് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 12 വയസ്സുള്ള പെൺകുട്ടിയെ വാട്സപ്പിലൂടെയാണ് പ്രതികൾ വിൽപ്പനയ്ക്ക് വെച്ചത്. ആദ്യമായി ആർത്തവമുണ്ടായ കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ രോഗം മാറും എന്നായിരുന്നു പ്രചരണം. ഓടനാടി സേവാ സംഘം എന്ന സന്നദ്ധ സംഘടനയാണ് പോലീസിന്റെ സഹായത്തോടുകൂടി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. വാട്സപ്പിൽ പരസ്യം കണ്ട ഓടനാടി സേവാ സംഘം പ്രതിയായ ശോഭയുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇവർ കുട്ടിയെ മൈസൂരിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് പോലീസുമായി അവിടെ എത്തിയ ഓടനാടി സംഘം കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ശോഭയും തുളസികുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചരിത്രത്തിലാദ്യമായി KSRTCയിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചുവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. 1 ലക്ഷത്തിലധികം യാത്രക്കാരുടെ വർധനവും 1.19 കോടി രൂപയുടെ അധിക വരുമാനവുമാണ് ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണത്തിന് 5 കോടി രൂപയുടെ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റേഷനിലെ വികസനത്തിന് 120 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. കൊട്ടാരക്കര, കായംകുളം, തൃശൂർ, കൊല്ലം, ആറ്റിങ്ങൽ, എറണാകുളം, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി സ്റ്റേഷനുകളുടെ നവീകരണത്തിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പുനലൂർ, ആര്യങ്കാവ് എന്നീ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കാൻ ഭരണാനുമതിയായി. കിഴക്കൻ മലയോര പ്രദേശങ്ങളിലേക്കും തീരദേശത്തേക്കും സർവീസുകൾ കൂട്ടും. ജീവനക്കാർക്കായി 1 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി. സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കും. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കാണ് KSRTC ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.